ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിന്നൂസ് കിച്ചൺ. അപ്പോൾ ഇന്നത്തേത് ഒരു കിണ്ണത്തപ്പത്തിൻ്റെ റെസിപ്പി കേട്ടോ. നമ്മുടെ ഒരു അരക്കപ്പ് അരിപ്പൊടി ഉപയോഗിച്ചുകൊണ്ട് ആവിയിലൊന്നും വേവിക്കാതെ ഒരു 10 മിനിറ്റുള്ളിൽ റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു അടിപൊളി കിണ്ണത്തപ്പമാണ്. അപ്പോൾ ഇതിനായിട്ട് അരിപ്പൊടിയും അതേപോലെ തന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന ചെറിയ ചെറിയ ചേരുവകളും മാത്രം മതിയാവും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു കിണ്ണത്തപ്പം കൂടി കേട്ടോ. നമ്മുടെ വായിലിട്ട് അലിഞ്ഞിറങ്ങുന്നതാണ് കണ്ടോ. ഇതേപോലെ നല്ല പഞ്ഞി പോലെയുള്ള കിണ്ണത്തപ്പമാണ്. അപ്പോൾ എല്ലാവരും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഈ കിണ്ണത്തപ്പം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കമൻസ് ഒക്കെ ആണെങ്കിലും മറക്കാതെ അറിയിക്കുക. നമുക്ക് പൊട്ടുന്ന സമയങ്ങളിൽ നേരെ വീഡിയോയിലേക്ക് പോയിട്ട് എങ്ങനെ അടിപൊളി കിണ്ണത്തപ്പം റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മുടെ കിണ്ണത്തപ്പം റെഡിയാക്കാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ശർക്കര പാനി ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ശർക്കര ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കിണ്ണത്തപ്പം റെഡിയാക്കുന്നത്. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു 1/4 കപ്പ് ശർക്കര ചീകിയതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ചീകിയ ശർക്കരയാണ് ഒരു 1/4 കപ്പ് എടുത്തിരിക്കുന്നത്. അപ്പോൾ മധുരം നോക്കിയിട്ട് 1/4 കപ്പ് മുതൽ 1 കപ്പ് വരെ നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ നല്ല മധുരമുണ്ട്, അതുകൊണ്ടാണ് ഞാനൊരു 1/4 കപ്പ് എടുത്തത്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് രണ്ടും നല്ലതുപോലെ തന്നെ ഒന്ന് തിളപ്പിച്ച് പതുക്കെ നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം. നമ്മളിപ്പോൾ ഒരു 1/2 കപ്പ് അരിപ്പൊടി കൊണ്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ 1/2 കപ്പ് അരിപ്പൊടിക്ക് നമുക്ക് 1/4 കപ്പ് ശർക്കര തന്നെ ധാരാളമായിരിക്കും. മധുരം നോക്കിയിട്ട് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതവിടെ ഇരുന്ന് നല്ല രീതിയിൽ തന്നെ ഒന്ന് തിളച്ച് ശരിക്കും ഒന്ന് ഉരുകി വരട്ടെ. കണ്ടോ, അപ്പോൾ നമ്മുടെ ശർക്കരയൊക്കെയാണെങ്കിൽ നന്നായിട്ട് നലന്ന് വന്നിട്ടുണ്ട്. അതിന് നന്നായിട്ട് തിളച്ച് പതുക്കെ ഒന്ന് കുറുകി വരണം. അങ്ങനെ നമ്മുടെ ശർക്കരയൊക്കെയാണെങ്കിൽ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. കണ്ടോ, ശരിക്കും ഒന്ന് പതുക്കെ ഒന്ന് കുറുകി വന്നിട്ട് ഒരുപാട് അങ്ങ് കുറുകി നന്നായിട്ട് തിക്കായൊന്നും ആവണ്ട. പതുക്കെ ഒന്ന് കുറുകി വന്നാൽ മാത്രം മതിയോ. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇതവിടെ മാറ്റി വയ്ക്കാം. അപ്പോൾ ബാക്കിയുള്ള ചേരുവകളൊക്കെ മിക്സ് ചെയ്യുമ്പോഴേക്കും ഇത് തന്നെ അങ്ങ് തണുത്ത് വന്നോളൂ. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നമ്മളിത് ആവിക്ക് വെക്കുകയല്ല, മറിച്ച് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കലാണ് ചെയ്യുന്നത്. അപ്പോൾ അതിനായിട്ട് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാൻ തന്നെ വേണം എടുക്കാനായിട്ട്. അപ്പോൾ എല്ലാം ചേരുവയും നമുക്ക് ഇതിനകത്ത് തന്നെ മിക്സ് ചെയ്യാം. അപ്പോൾ ഈ പാത്രം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തേക്ക് തന്നെ നമുക്ക് മിക്സ് ചെയ്താൽ മതിയോ. ഇതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ വേണ്ടത് ഒരു 3 കപ്പ് തേങ്ങാപ്പാലാണ്. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനാണെന്നുണ്ടെങ്കിൽ നല്ല എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ നന്നായിട്ട് കുറുകിയ നല്ല തിക്കായിട്ടുള്ള തേങ്ങാപ്പാൽ എടുക്കുകയാണെങ്കിൽ നല്ല മധുരത്തിൽ കിട്ടും. അപ്പോൾ ഒരു 250 ml കപ്പിന് ഒരു 3 കപ്പ് തേങ്ങാപ്പാൽ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അത് മതിയാവും, പിന്നെ ഒരുപാടൊന്നും വേണ്ടി വരില്ല. ഇതിനകത്തേക്കാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ അപ്പത്തിന് ഇടിയപ്പത്തിനൊക്കെ സാധാരണ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അരിപ്പൊടി ഉണ്ടല്ലോ, അത് തന്നെയാണ് എടുത്തിരിക്കുന്നത്. വറുത്തതോ വറുക്കാത്തതോ ഏതാണെങ്കിലും കുഴപ്പമുണ്ടാവില്ല. അതിനുശേഷം ആ അരിപ്പൊടിയും കൂടി ചേർത്ത് കട്ടകളൊക്കെ നന്നായിട്ടൊന്ന് മാറാനായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒട്ടും തന്നെ കട്ടകളില്ലാതെ വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ ഒരു ഹാൻഡ് വിസ്ക് കൊണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന നമ്മുടെ ശർക്കര പാനി ഉണ്ടല്ലോ, അതിൻ്റെ തീ ചൂടൊക്കെ നാറിയിട്ടുണ്ട്. അത് നമുക്ക് ഈ സമയം ഇതിനകത്തേക്കും ഒഴിച്ചു കൊടുക്കാം. അതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുമ്പോഴാണ് ആ കളർ തന്നെ ആകെ അങ്ങ് മാറിപ്പോകുന്നത്. നമ്മുടെ ശർക്കരയുടെ കളറിനെ ബേസ് ചെയ്തിരിക്കും നമ്മുടെ കിണ്ണത്തപ്പത്തിൻ്റെ കളർ. നല്ല കളറുള്ള ശർക്കരയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല കളറിൽ കിട്ടും കേട്ടോ. ഇതിനകത്തേക്ക് ഒരു പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, ഒരു പിഞ്ച് അത്രമാത്രം മതിയാവും. അതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മിക്സിങ് പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞു. അപ്പോൾ ഇനി നമ്മൾ നേരെ അങ്ങ് അടുപ്പത്തേക്ക് വെക്കുവാണ്. അതിനുശേഷം നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് നമുക്ക് കുറുക്കിയെടുക്കണം. അപ്പോൾ ഗ്യാസ് ഒരു മീഡിയത്തിലും അതേപോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മുടെ ഈ കിണ്ണത്തപ്പം ഇനി കൈയെടുക്കാതെ തന്നെ ഇളക്കണം. കൈ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ കട്ടകളൊക്കെ വന്ന് ആകെ അങ്ങ് മിക്സായി പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ കൈയെടുക്കാതെ നല്ല രീതിയിൽ തന്നെ ഇളക്കുക. കണ്ടു, അപ്പോൾ അതൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ അരിപ്പൊടി ആയതുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് കുറുകി വന്നോളൂ കേട്ടോ. കണ്ടോ, കുറച്ചും കൂടി നല്ല തിക്കായിട്ട് ഒന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ ഇതിനകത്തേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നെയ്യ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട്. അത് ഒരുമിച്ചല്ല, ഒരു കുറച്ചായിട്ടാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓരോ ടേബിൾ സ്പൂൺ വീതം വെച്ച് ഇതേപോലെ അങ്ങ് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്താൽ മതിയാവും. ഇനിയിപ്പോൾ ഏലക്കയുടെ ടേസ്റ്റൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മിക്സ് ചെയ്യുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂണോ അല്ലെങ്കിൽ 1/4 ടീസ്പൂണോ എടുത്ത് ഏലക്കപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഗ്യാസ് എന്ന് പറയുന്നത് ഒരു മീഡിയത്തിൽ തന്നെ വെച്ചിട്ടാണ് ഇപ്പോഴൊക്കെയും ചെയ്യുന്നത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓരോ ടേബിൾ സ്പൂൺ വെച്ച് നെയ്യും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ആ പാനിൽ നിന്നൊക്കെ നന്നായിട്ട് ഇങ്ങ് വിട്ട് വന്ന് ശരിക്കും ഒന്ന് കുറുകി വരുന്ന പരിവാകുമ്പോൾ വേണം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാനായിട്ട്. അപ്പോൾ അതുവരെ കൈയെടുക്കാതെ തന്നെ ഇളക്കുക. കാരണം നമ്മളിപ്പോൾ അങ്ങനെ ഇളക്കി കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ കട്ടകളൊന്നുമില്ലാതെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. കുറച്ചും കൂടി കുറുകി നല്ല പോലെ തന്നെ തിളയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പാനിൽ നിന്ന് ശരിക്കും വിട്ട് വരുന്ന ആ ഒരു പരിവായിട്ടില്ല കേട്ടോ. കുറച്ചും കൂടി നേരം കഴിയണം. ഇതിപ്പോൾ റെഡിയായി വരാനായിട്ട് ഒരു 10-15 മിനിറ്റ് ഏറ്റവും കൂടി കഴിഞ്ഞാൽ അത്രയും മതിയാവും. കണ്ടോ, കുറച്ചും കൂടി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. പാനിൽ നിന്നൊക്കെ ശരിക്കും വിട്ട എണ്ണയൊക്കെ ആണെങ്കിലും നമ്മൾ ആ ചേർത്ത് കൊടുത്തിരിക്കുന്ന നെയ്യൊക്കെ ആണെങ്കിലും നല്ല പോലെ തന്നെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ 2-3 മിനിറ്റും കൂടി അങ്ങനെ തന്നെ ഒന്നും കൂടി ഒന്ന് ഇരിക്കട്ടെ, കുറച്ചും കൂടി ഒന്ന് തിക്കായിട്ട് വരട്ടെ. കണ്ടോ, ഇപ്പോൾ അത് ശരിക്കും വന്നിട്ടുണ്ട്. നമ്മുടെ പാനിൽ നല്ല പോലെ വിട്ട് കണ്ടെങ്കിൽ മറച്ച് കഴിയുമ്പോൾ നല്ല പോലെ തന്നെ കുറുകി വരുന്ന രീതിയിൽ ആയിട്ടുണ്ട്. ശരിക്കും നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്.
അപ്പോൾ ഇതാണ് കറക്റ്റുള്ള പരുവെന്ന് പറയുന്നത്. നമുക്ക് ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്യാം. ഗ്യാസ് ഓഫ് ചെയ്ത് നമ്മളൊരു പാത്രത്തിലേക്ക് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പോൾ ആ പാത്രത്തിൽ ഞാൻ കുറച്ച് നെയ്യാട്ടോ പറ്റി കൊടുക്കുന്നത്. അപ്പോൾ നെയ്യാണെങ്കിലാണ് നല്ല ടേസ്റ്റിക്ക് തന്നെ കിട്ടുള്ളൂ. നെയ്യ് തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അതിനകത്തേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കിണ്ണത്തപ്പത്തിൻ്റെ മിക്സ് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. നമ്മളിപ്പോൾ ഇതേപോലെ പാത്രമൊക്കെ നേരത്തെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ കിണ്ണത്തപ്പം റെഡിയായി കഴിഞ്ഞ് ഉടനെ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് അങ്ങ് ഒഴിച്ച് വെക്കാവുന്നതേ ഉള്ളൂ. കണ്ടോ, നമ്മുടെ പാനിൽ നിന്ന് വിട്ട് കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ പതുക്കെ ഇതിൻ്റെ മേളിലും കൂടി ഒന്ന് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഷേപ്പാക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ നേരത്തെ നെയ്യ് എടുത്ത അതേ സ്പൂൺ തന്നെയായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പം മേൽഭാഗത്തുള്ള കുറച്ച് നെയ്യും കൂടി അതിനകത്തേക്ക് അങ്ങ് ചെന്നോടും. മാത്രമല്ല പരത്തിയെടുക്കാനാണെങ്കിൽ നല്ല എളുപ്പത്തിൽ തന്നെ കിട്ടുകയും ചെയ്യും. അങ്ങനെ നന്നായിട്ട് തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് വേറൊന്നുമല്ല, ഇത് നന്നായിട്ടും തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുവാണ്. അപ്പോൾ ഒരു 1-2 മണിക്കൂർ ഏറ്റവും കൂടി കഴിഞ്ഞാൽ, നല്ല തണുപ്പൊക്കെ ഉള്ള സ്ഥലമാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇങ്ങനെ തണുത്ത് വരികയും ചെയ്യും. അപ്പോൾ അത് അവിടെ ഇരുന്ന് നല്ല പോലെ തന്നെ ഒന്ന് തണുത്ത് വരട്ടെ. അങ്ങനെ ഓരോരോ മണിക്കൂറിനൊക്കെ ശേഷം ഇവിടെ നല്ല പോലെ തന്നെ തണുത്ത് ശരിക്കും ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല പോലെ സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് മതിയാവും. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ നിന്നൊക്കെ ആണെങ്കിലും നമ്മൾ ആ നെയ്യൊക്കെ പറ്റി കൊടുത്തുകൊണ്ട് നന്നായിട്ട് തന്നെ വിട്ട് വരും കേട്ടോ. എന്ന് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം. നമ്മളങ്ങനെ കമത്തി പതുക്കെ ഒന്ന് കൊട്ടി കൊടുക്കുമ്പോഴേക്കും അത് തനിയെ അങ്ങ് ചാടി വന്നോളും. പാത്രത്തിൽ നിന്നാണെങ്കിലും നെയ്യൊക്കെ ഉള്ളതുകൊണ്ട് നന്നായിട്ട് ഇങ്ങ് വിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, ഒട്ടും തന്നെ ഒട്ടിയൊന്നും പിടിക്കാൻ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ അരിപ്പൊടി ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് നമ്മുടെ കിണ്ണത്തപ്പം എന്ന് പറയുന്നത്. അപ്പോൾ ശർക്കര ചേർത്തുകൊണ്ടാണ് കുറച്ച് കളർ വ്യത്യാസത്തിൽ നമുക്ക് കിട്ടിയത്. അപ്പോൾ കുറച്ചുകൂടി നല്ല കളറുള്ള ശർക്കരയാണെങ്കിൽ കുറച്ചും കൂടി നല്ല കളറിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഉള്ളൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാനായിട്ട് നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. നമ്മൾ ഇതേപോലെ കത്തി ഇങ്ങ് വെച്ച് കഴിയുമ്പോഴത്തേക്കും അങ്ങ് താഴേട്ട് അങ്ങ് ഇറങ്ങുമ്പോൾ അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് ഇരിക്കുന്നത്. അത് നമ്മൾ ആ മുറിച്ച് നോക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും കേട്ടോ. ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കാം. നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ അത്ര എടുക്കാനുള്ള ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പശുമ്പാൽ എടുത്താലും മതിയാവും. അപ്പോൾ തേങ്ങാപ്പാലാണെങ്കിൽ കുറച്ചും കൂടി നല്ല നാടൻ ടേസ്റ്റിൽ നമുക്ക് കിട്ടുമല്ലോ, അതുകൊണ്ടാണ്. ഇതാ കണ്ടോ, ഇത്രത്തോളം നല്ല സോഫ്റ്റായിട്ട് നല്ല പഞ്ഞു പോലെയാണ് ഇരിക്കുന്നത്. എന്താ പറയുക, നമ്മളങ്ങനെ തൊട്ട് കഴിയുമ്പോഴേക്കും അങ്ങ് അലന്ന് പോകുന്ന അത്രയും നല്ല സോഫ്റ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കണ്ടല്ലോ, അരിയൊന്നും അരയ്ക്കാതെ നാവിക്കൊന്നും വെക്കാതെ നല്ല പഞ്ഞു പോലുള്ള കിണ്ണത്തപ്പം ഏറ്റവും എളുപ്പത്തിൽ എങ്ങനെ റെഡിയാക്കി എടുക്കുന്നതെന്ന് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ തന്നെ റെസിപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലേക്ക് ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ റെസിപ്പിക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലുള്ള പുതിയ വീഡിയോസിൽ നല്ല അടിപൊളി റെസിപ്പീസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.